യെസ് ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഘനരൂപങ്ങൾ, അതായത് സോളിഡ്സ് എന്ന് പറയുന്ന 12ാമത്തെ പാഠമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആണ് അല്ലെ, റിവിഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെ ക്ലാസ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചധികം ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, അവരുടെ ഇക്വേഷൻസും പഠിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപിക വരുന്നുണ്ട്, അതുപോലെ തന്നെ കോൺ വരുന്നുണ്ട്, സിലിണ്ടർ വരുന്നുണ്ട്, സെക്ടർ വരുന്നുണ്ട്, ഹെമിസ്ഫിയർ, സ്ഫിയർ. ഇത്രയും പേരെയാണ് നമ്മൾക്ക് സോളിഡ്സ് എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണായ ആരാണ്? സമചതുര സ്തൂപിക, അതായത് സ്ക്വയർ പിരമിഡ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് സ്ക്വയർ പിരമിഡ് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ചധികം ഇക്വേഷൻസും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം പഠിച്ചതാണെങ്കിൽ കൂടി നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഓർത്തതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, അപ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡ് നോക്കാം. സ്ക്വയർ പിരമിഡ്, അതായത് ഈ ഒരു പിരമിഡിന്റെ ബേസ് ഒന്ന് നോക്കാം. താഴ്ഭാഗം എന്ത് ഷേപ്പാണ്? അവനൊരു സ്ക്വയർ ഷേപ്പാണ് അല്ലെ, അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്വയർ പിരമിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു സമചതുര സ്തൂപിക എന്ന് പേര് വരാൻ കാരണം അവന്റെ പാദം സമചതുരത്തിന്റെ ഷേപ്പിലാണ് കിടക്കുന്നത്. ഇനി 4 ട്രയാങ്കിൾസ് അല്ലെ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ 4 ട്രയാങ്കിൾസ് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ, അതായത് 4 ട്രയാങ്കിൾസ് ഇങ്ങനെ അടക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സോഷ്യലിലൊക്കെ സ്ക്വയർ പിരമിഡ് പിരമിഡിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഷേപ്പ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഈ 4 ട്രയാങ്കിൾസിന്റെയും പ്രത്യേകത, ഇവരൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, ഇവരൊരു സമപാർശ്വ ത്രികോണങ്ങളാണ് അല്ലെ, അതുകൊണ്ടാണ് ഇവർ 4 പേര് നല്ല ഫിറ്റായി സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഇതാ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഏരിയ ലാറ്ററൽ ഏരിയ അല്ലെ, ലാറ്ററൽ സർഫസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതായത് 4 ട്രയാങ്കിൾ വരുന്നുണ്ട്. ലാറ്ററൽ എഡ്ജ്, ആ ട്രയാങ്കിളിന്റെ അറ്റങ്ങൾ കണ്ടോ? 4 ലാറ്ററൽ എഡ്ജിന്റെയും താഴ്ഭാഗം നമുക്കൊന്ന് നോക്കിയേക്കാം. താഴ്ഭാഗത്തിൽ 4 വക്കുകൾ ഉണ്ട് അല്ലെ, 4 എഡ്ജ് ഉണ്ട്. അപ്പോ ഈ പാദവക്ക് അല്ലെ, എത്ര പാദവക്ക് ഉണ്ട്? 4 പാദവക്കുകൾ. ബേസ് എഡ്ജ് 4 ഉണ്ട്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കിയേക്കാം. എത്ര പാർശ്വവക്കുകൾ ഉണ്ട്? 4 പാർശ്വവക്കുകൾ. അതായത് ലാറ്ററൽ എഡ്ജ് 4 വരുന്നത് കണ്ടോ, 4 സൈഡായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് കണ്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻസിലേക്ക് തിരിച്ചു വരാം. ആൻഡ് ഇവരെല്ലാവരെയും നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട് അല്ലേ ഇതാ നോക്കാം. താഴെ വരുന്ന സൈഡ്, അതായത് താഴെ ബേസ് എഡ്ജ് പാദവക്ക്, അവനെ നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പാദം, ബേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പാണ്, സ്ക്വയറിന്റെ ഒരു വശമല്ലേ ഈ പാദവക്ക് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 4 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ, അതായത് ത്രികോണത്തിന്റെ ഉയരം, അവനെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നു. അതായത് ചരി ഉയരം എൽ എന്ന് പറയുന്ന ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാറ്ററൽ എഡ്ജ്, അതായത് പാർശ്വവക്ക്, അതും 4 പേരുണ്ടെന്ന് പറഞ്ഞു. ലാറ്ററൽ എഡ്ജിനെ ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓർമ്മ വന്നോ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പോൾ 4 ലാറ്ററൽ എഡ്ജും ഉണ്ട്, 4 ബേസ് എഡ്ജും ഉണ്ട്, 4 പാർശ്വവക്കും വരുന്നുണ്ട്, 4 പാദവക്കും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എഡ്ജസ് ആണ്? ടോട്ടൽ നമുക്ക് 8 വക്കുകളുണ്ട്. ടോട്ടൽ 8 എഡ്ജസ് ആണ് നമുക്ക് സ്ക്വയർ പിരമിഡിലുള്ളത്. ഓക്കെ, ഓർമ്മ വന്നില്ലേ? പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എ എന്ന് പറയുന്ന ലെറ്റർ ആണ് ബേസ് എഡ്ജ് പാദവക്ക്, ഇ എന്ന് പറയുന്ന ലെറ്റർ ആണ് ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക്, സ്ലാന്റ് ഹൈറ്റ് ചരി ഉയരം, അതായത് 4 ട്രയാങ്കിൾസ് ഇങ്ങനെ ചരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ചരി ഉയരം, സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോകരുത്, അത് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്, അത് ത്രികോണത്തിന്റെ ഉയരമാണ്. ഇനി വെറുതെ ഹൈറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ, വെറുതെ ഉയരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആണ്, അതായത് സാധാരണ ഇവന്റെ ഹൈറ്റ് ഉയരത്തിനെയാണ് എന്ത് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡയഗണൽ, അതായത് ഇവന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. ഇവന്റെ ഡയഗണലിനെയാണ് ഡി ആയിട്ട് എടുക്കുന്നത്, വികരണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളെയും നമ്മൾ പഠിച്ചു, പേരുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വൺ നമുക്ക് ഹെഡ് എന്ന് പറയുന്ന 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ സ്ക്വയർ പിരമിഡിൽ നമുക്ക്
3 ഇക്വലാറ്റർ അല്ല സോറി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ട ത്രികോണങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ലഹ ഇല ഹെഡ് എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് പഠിച്ചു. അതും പഠിച്ചു കഴിഞ്ഞതാണ്. ലഹിലെ ഏറ്റവും വലുത് എല്ലാണ്. എല്ല് കിട്ടാൻ ബാക്കി 2 പേരെയും എന്ത് ചെയ്യണം? കൂട്ടണം. ഇനി എച്ചും a/2 അല്ലെങ്കിൽ a കിട്ടാനായിട്ട് എല്ലാണ് ഏറ്റവും വലുത് അല്ലെ, എല്ലിൽ നിന്നും രണ്ടാമത്തെ ആളെ മൈനസ് ചെയ്യണമെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇലയിലും ഹെഡിലും വലുത് ഇ ആണ്. ലഹ ഉണ്ട്, ഇലയുണ്ട്, ഹെഡ് ഉണ്ട്. ലഹ ഇല ഹെഡ്, ഇ ഉണ്ടെങ്കിൽ ഇ ആയിരിക്കും വലുത്, ഇ ഇല്ലെങ്കിൽ എൽ ആയിരിക്കും വലുത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ വലുതിനെ കിട്ടാൻ, ഈനെ കിട്ടാനായിട്ട് ബാക്കി 2 പേരെ തമ്മിൽ കൂട്ടണം. ബാക്കി 2 പേരെ കിട്ടാനായിട്ട് വലുതായ ഇയിൽ നിന്നും ബാക്കി 2 പേരിൽ ഒരാളെ മൈനസ് ചെയ്യണം. സെയിം ഇവിടെയും ഹെഡിൽ ഏറ്റവും വലുത് ഇ ആണ്. ഈനെ കിട്ടാൻ ബാക്കി 2 പേരെ കൂട്ടുക, ബാക്കി 2 പേരിൽ ഒരാളെ കിട്ടാൻ ഇയിൽ നിന്നും കുറയ്ക്കുക. ഓക്കെ അല്ലേ? പൈതഗോറസ് തിയറമാണ് ഇവിടെ വരുന്നത്. ഇതെല്ലാം നമ്മുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞതാണ്. അടിപൊളിയായിട്ട് ഓരോ ട്രിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ഡീറ്റെയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പറയാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ഇക്വേഷൻസും പഠിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ ട്രിക്കെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു തോന്നുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ലാഹില ഹെഡ് ഓർത്തു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇവൻ്റെ ഇക്വേഷൻസ്. ബേസ് ഏരിയ, പാദവക്ക്, സ്ക്വയർ പിരമിഡിന്റെ ബേസ് പാദം സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ. സമചതുരമാണ് എന്ത്? ഇവന്റെ പാദം അല്ലെ. അതായത് സമചതുര സ്തൂപികയുടെ പാദപരപ്പളവ്, പാദം സമചതുരമാണ്. അപ്പോൾ പാദപരപ്പളവ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ പരപ്പളവ്. എന്താ ഇക്വേഷൻ? a സ്ക്വയർ. ഇനി ബേസ് പെരിമീറ്റർ, പാദം എന്ത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പ് അല്ലെ, സമചതുരമാണ്. അപ്പോൾ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ പെരിമീറ്റർ. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് 4a. അതായത് സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ്, പാദം സമചതുരമാണ്, പാദ ചുറ്റളവ് എന്ന് പറയുമ്പോൾ സമചതുരത്തിന്റെ ചുറ്റളവ് 4a. സെറ്റ് അല്ലേ? ഇനി ലാറ്ററൽ സർഫസ് ഏരിയ LSA, അതായത് 4 ട്രയാങ്കിൾസും കണ്ടില്ലേ, ആ ഒരു ഏരിയയാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഓർമ്മ വന്നല്ലോ അല്ലേ? ഓക്കെ, LSA എന്ന് നമ്മൾ പറയും. LSAയുടെ ഇക്വേഷൻ ആണ് 2AL. ഇതിനും ട്രിക്ക് എല്ലാം പറഞ്ഞു തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടേ, മറന്നു പോയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ LSA എന്താണ്? 2AL. ഇനി ടോട്ടൽ സർഫസ് ഏരിയ TSA, ഉപരിതല പരപ്പളവ്. അതായത് ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏരിയ, മൊത്തത്തിലുള്ള പരപ്പളവ് കണ്ടുപിടിക്കാൻ ഈ താഴെയുള്ള ബേസ് ഏരിയയും ഈ LSAയും തമ്മിൽ കൂട്ടിയാൽ മതി. ഈ 2 ഏരിയയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? TSA a സ്ക്വയർ പ്ലസ് 2AL. അതും ഓർമ്മ വന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വോളിയം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാവരുടെയും വോളിയം വ്യാപ്തത്തിന്റെ ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കാം. ഉറപ്പായിട്ടും മോഡൽ SSLCക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, എന്താണ്? 1/3 a സ്ക്വയർ h, 1/3 a സ്ക്വയർ h. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വന്നു എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, സമയമുണ്ട്, പഠിക്കുക, സമയം കളയാതെ ഉറപ്പായിട്ടും പഠിക്കുക. എന്തായാലും ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് a square pyramid is to be made with triangle shown. ഓക്കെ, ഇവിടെ ലാറ്ററൽ ഫേസ് തന്നിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ഇറ്റ്സ് ഹൈറ്റ്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് ഒരു സ്ക്വയർ പിരമിഡ്, 4 ട്രയാങ്കിൾസ് അല്ലേ, അതിലൊരു ട്രയാങ്കിൾ ആണ്. ഇവന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവന്റെ ഉയരമാണ് ചോദിച്ചിരിക്കുന്നത്. വെറുതെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ ഹൈറ്റ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ അല്ലെങ്കിൽ ഈ സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കാം, ബേസ് എഡ്ജ്, പാദവക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സ്ക്വയർ പിരമിഡ് നിവർത്തിയിട്ട് ഒരു ഫിഗർ കാണിച്ചില്ലേ മിസ്, അത് തന്നെ എടുത്ത് കാണിക്കാം. നോക്കിക്കേ, ഇവിടെ ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പാണ്. ഈ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് തന്നെ വരത്തില്ലേ? ഓക്കെ അല്ലേ? യെസ്, അതായത് ബേസ് എഡ്ജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ബേസ് എഡ്ജ്, പാദവക്ക്, അതായത് 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് എഡ്ജ്, പാദവക്ക് എന്ത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ലെറ്റർ. അത് എത്ര തന്നിട്ടുണ്ട്? 30 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി
ഇതെന്താണ് നമ്മൾ എന്ത് സൈഡായിട്ടാണ് എടുക്കുന്നത്? സ്ക്വയർ അല്ല, ട്രയാങ്കിളിന്റെ ഒരു വശം എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജ്, അതായത് ഇ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ പിരമിഡിന്റെ ഉയരം, അതായത് സമചതുര സ്തൂപികയുടെ ഹൈറ്റ് ആണ്, ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ആളുകളെ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്, ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ആളെയും എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമ്മൾ പഠിച്ചു ലഹ ഇല ഹെഡ് പഠിച്ചു അല്ലെ. അതിൽ ആരോ ഒരാൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് കിട്ടും. അപ്പൊ നോക്കാം, തന്നിരിക്കുന്നത് എയും ഇയുമാണ് അല്ലെ. നമുക്ക് ആരൊക്കെയുണ്ട്? ലഹ ഉണ്ട്, ഇല ഉണ്ട്, ഹെഡ് ഉണ്ട്. എയും ഇയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. എയും ഇയും വരുന്നത് ഇതിലെവിടെയാണ്? ഇലയിലാണ് എയും ഇയും വരുന്നത് അല്ലെ. അപ്പോ കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്, പക്ഷേ തന്നിരിക്കുന്ന രണ്ടുപേരും ഇലയിലാണുള്ളത് അല്ലെ. അപ്പോൾ ഇല എന്ന് പറയുന്ന ആളില് രണ്ടുപേരെയും എയിനെയും ഇനെയും കൊടുത്തിട്ട് ആദ്യം ആരെ കണ്ടുപിടിക്കണം? എല്ല് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾക്ക് അടുത്തതായിട്ട് എച്ചിനെ കണ്ടുപിടിക്കണം. അപ്പോൾ 2 സ്റ്റെപ്സ് ആണ് ഇവിടെ വരുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എയും ഇയും നമുക്ക് അറിയാം. എയും ഇയും ഞാൻ എഴുതുന്നുണ്ട്. എ ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ആൻഡ് പിന്നെ എന്താ തന്നിരിക്കുന്നത്? എ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. ഇ ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്. എച്ച് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇലയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഇലയിൽ ഇയും എയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ല് കണ്ടുപിടിക്കാം. ഇലയിൽ ആരാ വലുത്? ഇ ഉണ്ടെങ്കിൽ ഇ ആയിരിക്കും വലുത്. കണ്ടുപിടിക്കേണ്ടത് എല്ലാണ്. അപ്പോൾ ചെറിയ ആളെ കണ്ടുപിടിക്കാനായിട്ട് വലുതിൽ നിന്നും ചെറുതിനെ മൈനസ് ചെയ്യുക. ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ചെയ്ത് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ലേ. ഓക്കെ, ഇ സ്ക്വയർ, ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 സ്ക്വയർ മൈനസ് a/2. എ എന്ന് പറഞ്ഞാൽ 30. 30/2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 മൈനസ് 30/2. 30/2 15 അല്ലെ. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവോ ഒരു സ്കെയിൽ പോലെ വരക്കാനായിട്ട് എനിക്ക്? ഓക്കെ, അപ്പോൾ അതാ നമുക്ക് നോക്കാം. ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ √400 എന്ന് വരും. ഓക്കെ ആണല്ലോ? √400 എന്തിൻ്റെയാണ്? 20ന്റെ ആണല്ലേ. 20ന്റെ സ്ക്വയർ ആണ് 400. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയത്? ഇ ആണ് നമ്മൾക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇ അല്ല, എല്ലാണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ എല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഹൈറ്റ് അഥവാ എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എച്ചിലേക്ക് പോകാം. ഇനി നോക്കിക്കേ, എച്ച് കണ്ടുപിടിക്കണം. ലഹ ഉണ്ട്, ഇലയുണ്ട്, ഹെഡ് ഉണ്ട്. ഇലയിൽ എച്ച് ഇല്ല, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ലഹിൽ കൊടുത്താൽ പോരെ? എല്ലറിയാം, എ അറിയാം, എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. തന്നിരിക്കുന്ന ആളുകളും കണ്ടുപിടിക്കേണ്ട ആളും ആരാ നോക്കിയിട്ട് ലഹിലാണോ ഇലയിലാണോ ഹെഡിലാണോ കൊടുക്കേണ്ടതെന്ന് നോക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഇത് നല്ല എളുപ്പമായിരിക്കും അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യന് ലഹില ഹെഡ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്ക് കൊടുക്കാം? ലഹിലിട്ട് കൊടുക്കാം. ലഹിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലഹിൽ ആരാ വലുത്? എല്ലാണ് വലുത്. അപ്പോൾ ചെറിയ ആളായ എച്ചിനെ കണ്ടുപിടിക്കാൻ വലുതിൽ നിന്ന് കുറയ്ക്കണം. എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ. നമുക്കിപ്പോൾ കിട്ടി 20 സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 30 അല്ലേ. 30/2 ഹോൾ സ്ക്വയർ, അതായത് √20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയല്ലേ, അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ, 20 സ്ക്വയർ മൈനസ് എത്രയായിരുന്നു? 20 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 20ന്റെ സ്ക്വയർ അങ്ങ് എഴുതാം അല്ലേ. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 മൈനസ് 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 175 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, ഇവനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫാക്ടറൈസ് ചെയ്ത് ആൻസർ ഞാൻ എഴുതാം കേട്ടോ. 5√7 എന്ന് വരും കേട്ടോ.
ഫാക്ടറൈസ് ചെയ്യാൻ അറിയാലോ. 175 ഇതാ ഇങ്ങനെ ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 5√7 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചത്? ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ രീതിയിലാണ് ലഹ ഹെഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതേണ്ടത് നല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലഹ ഹെഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാകും. ആൻഡ് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഇവരെ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ഡയമെൻഷൻ ചോദിച്ചാലും ലഹ ഹെഡിൽ കൊടുത്തിട്ട് ഇപ്പോൾ എയും എല്ലും തന്നിട്ട് ഇ ചോദിച്ചു കഴിഞ്ഞാൽ ഇലയിൽ ഇട്ട് കൊടുക്കണം അല്ലെ? ഇലയിൽ ഇയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിലേക്ക് ചെയ്തു പോകാം. പ്രശ്നമല്ലല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു അല്ലേ നേരത്തെ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ എത്ര രൂപയാകും അല്ലെ പൈസ കണ്ടുപിടിക്കാനായുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്, വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഒരു കളിപ്പാട്ടമുണ്ട്. ഈ ഒരു കളിപ്പാട്ടത്തിന്റെ ഷേപ്പ് സ്ക്വയർ പിരമിഡാണ്. സമചതുര സ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു കളിപ്പാട്ടമാണ്. ഇവന്റെ ബേസ് എഡ്ജ് പാദവക്ക് 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് ചരിവ് ഉയരം അതായത് ട്രയാങ്കിളിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലുള്ള 500 കളിപ്പാട്ടങ്ങളുണ്ട്. ഈ 500 കളിപ്പാട്ടങ്ങളെയും എന്ത് ചെയ്യണം, പെയിന്റ് ചെയ്യണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നു 80 രൂപയാണ് 1 മീറ്റർ സ്ക്വയറിന്. അതുപോലെ 500 കളിപ്പാട്ടങ്ങൾ പെയിന്റ് ചെയ്യാൻ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ഇതുപോലുള്ള ചോദ്യം വരും. കളർ പേപ്പർ വെച്ച് പൊതിയണം, പെയിന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവന്റെ ടോട്ടൽ സർഫസ് ഏരിയ അതായത് ഉപരിതല പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? പെയിന്റ് ചെയ്യണം, കളർ ചെയ്യണം, പേപ്പർ കൊണ്ട് ഇവനെ പൊതിയണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ. ഈ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരില്ല, ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഉപരിതല പരപ്പളവാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് ചെയ്താലോ? തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ബേസ് എഡ്ജ് പാദവക്ക് എ എന്ന് പറയുന്ന ലെറ്റർ ആണ് 16 സെന്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് ചരിവ് ഉയരം എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് 10 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ? ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് 2al. എ സ്ക്വയർ പ്ലസ് 2al ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാ ആളുകളെയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാ ഒന്നുകൂടി എഴുതാം. ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് എ സ്ക്വയർ പ്ലസ് 2al. എ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരുന്നു? 16. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 സ്ക്വയർ പ്ലസ് 2al. 2 ഇൻറ്റു 16 ഇൻറ്റു എൽ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു 10 320 എന്നും വരും. ഓക്കെ, ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 576 സെന്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയയാണ്, പരപ്പളവാണ്. അപ്പോൾ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയറിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. ഇത് ഒരു കളിപ്പാട്ടത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ് 576 കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഒരു കളിപ്പാട്ടമാണോ ഉള്ളത്? അല്ല, 500 കളിപ്പാട്ടങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതാ മിസ് ചെയ്താൽ പോകുന്നു. ടോട്ടൽ സർഫസ് ഏരിയ TSA ഓഫ് 1 ടോയ്. ഒരു ടോയുടെ TSA 576 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരാളുടെ TSA 576 ആണെങ്കിൽ 500 പേരുടെ TSA കണ്ടുപിടിക്കാൻ 500 ഇൻറ്റു 576 അല്ലേ? ഒരു മന്തിക്ക് 600 രൂപയാണെങ്കിൽ 12 മന്തിക്ക് എത്ര രൂപയാണ്? 12 ഇൻറ്റു 600. അതുപോലെ തന്നെയാണ് ഒരു ടോയുടെ ടോട്ടൽ സർഫസ് ഏരിയ 576 ആണെങ്കിൽ 500 പേരുടെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ 500 ഇൻറ്റു 576. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കണ്ടുപിടിക്കാം. TSA ഓഫ് 500 ടോയ്സ്, 500 കളിപ്പാട്ടങ്ങളുടെ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് 500 ഇൻറ്റു 576. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 288000 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കേട്ടോ ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി 500 പേരെ എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യണം. പെയിന്റ് ചെയ്യേണ്ട ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, എല്ലാവരും നോക്കിക്കേ, 1 മീറ്റർ സ്ക്വയറിന് 80 രൂപ.
ഒരു മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിനാണ് 80 രൂപ. പക്ഷേ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലാണോ? അല്ല, സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയർ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. ഉറപ്പായും ഈ ഒരു യൂണിറ്റ് മാറ്റി തരാൻ ചാൻസ് ഉണ്ട്. എന്ത്? ഈ പൈസ കണ്ടുപിടിക്കൂ. ഇതുപോലെ എത്ര രൂപയാണ് പെയിന്റ് അടിക്കാൻ, കളർ പേപ്പർ വെച്ചിട്ട് പൊതിയാനായിട്ട് എത്ര രൂപയാകും? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മളെ പറ്റിക്കാനായിട്ട് ഇതുപോലെ യൂണിറ്റ് മാറി തരും. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. 500 ടോയ്സിൻ്റെ TSA 28800 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ സെൻറ്റിമീറ്ററെ ഞാൻ മീറ്ററിലേക്ക് മാറ്റാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഈ പഠിച്ചിട്ടല്ല, മറന്നുപോയവരുണ്ടാവാം. മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ അല്ലെ, സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാനായിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി സെൻറ്റിമീറ്റർ സ്ക്വയർ എനിക്ക് എന്ത് ചെയ്യണം? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്റർ സ്ക്വയർ ഞാൻ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അതായത് എല്ലാവരും ശ്രദ്ധിച്ചേ, സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാനായിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യണം. മനസ്സിലായോ? സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 100, അതായത് 10,000 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയേക്കാം. 2 8 8 1 2 3 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്യണം. 0 0 0 0 ക്യാൻസലായി. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ക്യാൻസലായി. ബാക്കി 2 8 8 ഡിവൈഡഡ് ബൈ 10 ഉണ്ടല്ലേ. അതായത് എത്ര വരും? 28.8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ മാറി, എന്തായി? മീറ്റർ സ്ക്വയറിലേക്ക് മാറി. അപ്പോൾ ഇതാ സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാനായിട്ട് പഠിച്ചല്ലോ. സെറ്റാണല്ലോ, വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആൻസർ എത്തിയിട്ടില്ല. 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണെങ്കിൽ നമുക്കിവിടെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 28.8 മീറ്റർ സ്ക്വയർ ഉണ്ട്. അതായത് 28.8 മീറ്റർ സ്ക്വയർ ഉണ്ട്. 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാകും? 28.8 ഇൻറ്റു 80 ചെയ്യണം അല്ലേ. ഒരു കോലുമിഠായിക്ക് എത്ര രൂപ? 2 രൂപയാണെങ്കിൽ 12 കോലുമിഠായിക്ക് എത്ര രൂപയാണ്? 12 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ ഇവിടെ 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയറിന് 28.8 ഇൻറ്റു 80. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 2304 റുപ്പീസ് എന്ന് വരും. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കിക്കോട്ടെ. ഞാനിവിടെ ആൻസർ, ഫൈനൽ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ അങ്ങ് ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഓക്കെ, ഇവിടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ബേസ് പെരിമീറ്റർ ഓഫ് ബേസ്. ഓക്കെ, ദി ബേസ് പെരിമീറ്റർ ഓഫ് ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെൻറ്റിമീറ്റർ. അതായത് ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് പെരിമീറ്റർ. ഓക്കെ, ഇതുവരെ തരാത്തൊരു കാര്യം അല്ലേ. പാദ ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇത് എഴുതിയേക്കാം. ബേസ് പെരിമീറ്റർ, പാദ ചുറ്റളവ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പാദം എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ പാദ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ചുറ്റളവ് അല്ലേ. അതായത് സ്ക്വയർ പിരമിഡിന്റെ ബേസ് പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇക്വേഷൻ പഠിച്ചതാണ് അല്ലേ. എന്താണ്? 4a അല്ലേ. 4a ആണ് നമ്മുടെ എന്ത്? ബേസ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ. അതല്ലേ ഈ 40 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും a കണ്ടുപിടിക്കാലോ. a കണ്ടുപിടിക്കാൻ ഇൻറ്റു 4 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. ഇൻറ്റു 4 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 4. ദെർഫോർ a എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ നമ്മൾക്ക് കിട്ടി. അതായത് ബേസ് എഡ്ജ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. സെറ്റാണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് ദി ടോട്ടൽ എഡ്ജ് ഓഫ്
ഓക്കെ, എല്ലാ എഡ്ജും കൂടി കൂട്ടുമ്പോൾ 92 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതായത് ആദ്യമേ നമ്മൾ പഠിച്ചു ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട്, നമുക്ക് ടോട്ടൽ 8 വക്കുകളുണ്ട്, 8 എഡ്ജസ് ഉണ്ട്. 4 ലാറ്ററൽ എഡ്ജ് ഉണ്ട്, 4 ബേസ് എഡ്ജ് ഉണ്ട്, 4 പാർശ്വവക്കുണ്ട്, 4 പാദവക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 4 4 8 എഡ്ജ് ഉണ്ട്. 4 ബേസ് എഡ്ജ് അതായത് 4A പ്ലസ് 4 ലാറ്ററൽ എഡ്ജ് 4 പാർശ്വവക്ക്, ഇവരെ തമ്മിൽ കൂട്ടുമ്പോഴാണ് 92 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഈ 4A എന്ന് പറയുന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 40 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 4Aക്ക് പകരം ഞാൻ 40 കൊടുക്കുന്നു. 40 പ്ലസ് 4E ഇസ് ഈക്വൽ ടു അല്ലേ ഈ 92. ഇതിൽ നിന്നും ഈ സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. 4E അവിടെ തന്നെ നിർത്തിയിട്ട് ഈ 40നെ ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊടുക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ 40 ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ 4E മാത്രമേ ബാലൻസ് ഉള്ളൂ. പ്ലസ് 40 ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 40 ആയി. ദാറ്റ് ഈസ് 4E ഇസ് ഈക്വൽ ടു 52 എന്ന് വന്നു. ഇതിൽ നിന്നും E കണ്ടുപിടിക്കാൻ ഈനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഇൻറ്റു 4നെ ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് E ഇസ് ഈക്വൽ ടു ഇൻറ്റു എന്നുള്ളത് ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ആവും. എത്ര വന്നു, 1 4 4 12 13 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഈ എന്ന് പറയുന്നത് എത്ര വന്നു, 13 സെൻറ്റിമീറ്റർ വന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സർഫസ് ഏരിയ. ഓക്കെ, ക്വസ്റ്റ്യൻ എത്രയും മുന്നേ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ. വെറുതെ സർഫസ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് TSA ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് TSAയുടെ ഇക്വേഷൻ? TSA ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്, A² പ്ലസ് 2AL ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു? A നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു 10 സെൻറ്റിമീറ്റർ. A എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. പിന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചു E എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചു. E എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. പക്ഷേ ടോട്ടൽ സർഫസ് ഏരിയയിൽ എയും എല്ലും കിട്ടിയാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആരെ അറിയത്തില്ല? എൽ അറിയത്തില്ല. എല്ലിനെ കണ്ടുപിടിക്കണം. എ അറിയാം, ഇ അറിയാം. എല്ല് കണ്ടുപിടിക്കാനായിട്ട് ലഹാണോ, ഇലയാണോ, ഹെഡാണോ? ഇല അല്ലെ. ഇലയിൽ ഇയുമുണ്ട് എയുമുണ്ട്, എല്ലിനെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? എല്ലായിടത്തും ലഹില ഹെഡ് വരുന്നുണ്ടേ. അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എല്ലിനെ കണ്ടുപിടിക്കാം. ഇലയിൽ ആരാ വലുത്? ഇ ആണ് വലുത്. അപ്പോ ചെറിയ ആളായ എല്ലിനെ കണ്ടുപിടിക്കാൻ ഇയിൽ നിന്നും A/2 ഹോൾ സ്ക്വയർ അല്ലെ മൈനസ് ചെയ്യണം. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ എത്രയാണ്? 13 സ്ക്വയർ മൈനസ് A/2 10/2 ഹോൾ സ്ക്വയർ. അതായത് 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ചെയ്യണം. ക്ലിയർ ആണോ? 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ 169 മൈനസ് എത്രയാണ്? 5 സ്ക്വയർ അല്ലേ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഇവനെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ റൂട്ട് 144 വരും. റൂട്ട് 144 എന്തിൻ്റെയാണ്? 12ന്റെ ആണല്ലേ. 12 സെൻറ്റിമീറ്റർ എന്ത് കിട്ടി? എല്ല് കിട്ടി. ഇപ്പോൾ എല്ലും അറിയാം, A 10 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. ഇനി ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാലോ. Therefore TSA ഉപരിതല പരപ്പളവ് ഇസ് ഈക്വൽ ടു A² പ്ലസ് 2AL. A² എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 12 എന്ന് വരും. 10ന്റെ സ്ക്വയർ 100 പ്ലസ് 240 ടോട്ടൽ 340 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ലല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്തു. എന്തൊക്കെ കണ്ടുപിടിച്ചു? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ട വന്നു? എയും ഇയും എല്ലാം കണ്ടുപിടിച്ചിട്ടാണ്, എല്ലാ ആളുകളെയും കണ്ടുപിടിച്ചിട്ടാണ് ഇക്വേഷനിലേക്ക് എത്തിയത്. ക്ലിയർ ആണല്ലോ? ഒന്നും നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടായില്ല അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് കുഞ്ഞൊരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദിക്കുകയാണ്, നമുക്കത് തെളിയിക്കാൻ പറ്റുമെന്നാണ് അറിയേണ്ടത്. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് ഏരിയ? അതായത് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ സാധിക്കുമോ? കണ്ടീഷൻ പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിട്ട്? ബേസ് ഏരിയ. അതായത് നോക്കാം,
പാർശ്വതല പരപ്പളവും പാദപരപ്പളവും തുല്യമായിട്ട് വരുന്ന ഒരു സ്ക്വയർ പിരമിഡ് സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? പാർശ്വതല പരപ്പളവ് LSA എന്തിനോട് ഈക്വൽ ആണോ? ബേസ് ഏരിയ പാദപരപ്പളവിനോട് തുല്യമായിട്ട് വരുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡ് പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് LSA ഇക്വേഷൻ? 2AL അതെന്തിനോട് ഈക്വൽ ആണോ? ബേസ് ഏരിയയുടെ ഇക്വേഷൻ A². ഓക്കെ, അപ്പോൾ നമുക്ക് 2AL 2 × A × L = A² എന്ന് പറഞ്ഞാൽ A × A ഞാനൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈക്വൽ ടു അപ്പുറവും ഇപ്പുറവും A ഉണ്ട്. A ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി 2L = A എന്ന് കിട്ടി. ഇതിൽ നിന്നും L കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? *2നെ = അപ്പുറത്തോട്ട് കൊടുക്കാം. *2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? /2 ആകും. ദാറ്റ് ഈസ് L = A/2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൈറ്റ് H ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അവിടെ അതായത് ഈ സ്ക്വയർ പിരമിഡ് ഇങ്ങനെ നേരെ 4 ട്രയാങ്കിൾസ് നിൽക്കണമെങ്കിൽ അവിടെ ഒരു ഹൈറ്റ് ഉണ്ടാവണമല്ലോ. സ്ക്വയർ പിരമിഡിന് എന്തുണ്ടാവണം? ഉയരം ഉണ്ടാവണം. ആ ഉയരം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ അല്ലേ? താഴത്ത് നിന്നും ആ സ്ക്വയർ പിരമിഡ് ഇങ്ങനെ നിവർന്നിരിക്കണമെങ്കിൽ അവിടെ അവന് ഹൈറ്റ് വേണം, ഉയരം വേണം. ഹൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് H ചെക്ക് ചെയ്യണം. Hഉം ഈ Lഉം Aയും വരുന്നത് ലഹാണോ ഇലയാണോ ഹെഡാണോ? ലഹിലാണ് അല്ലേ? അപ്പൊ ലഹ് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ലഹില് H ഉണ്ടോ, ഹൈറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ H ആണ് കണ്ടുപിടിക്കേണ്ടത്. H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L² - A/2 ലഹില് L ആണ് വലുത്. അപ്പോൾ L² - A/2 ഇനി എല്ലാവരും നോക്കിക്കേ. L² L എന്ന് പറഞ്ഞാൽ A/2 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ A/2 ആണെങ്കിൽ ഇവിടെ L² പകരം ഞാൻ A/2 എന്ന് കൊടുക്കാലോ. ഓക്കെ അല്ലേ? കാരണം L എന്ന് പറഞ്ഞാൽ A/2 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ L² എന്ന് പറഞ്ഞാൽ A/2 ആണ്. മൈനസ് A/2 മിസ് അതുപോലെ തന്നെ എഴുതി. അതായത് A/2 നിന്ന് A/2 മൈനസ് ചെയ്താൽ എന്ത് വരും? 0 വരും. അതായത് ഉത്തരം എന്താ? 0. എന്താണ് 0 കിട്ടിയത്? ഹൈറ്റ്, ഉയരം. അതായത് ഹൈറ്റ് 0 ആണ്, ഉയരം 0 ആണെന്ന് പറഞ്ഞാൽ അവിടെ ഉയരം ഇല്ല. ഉയരം ഇല്ലെങ്കിൽ അവിടെ ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. സോ ലാറ്ററൽ സർഫസ് ഏരിയ നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കുക. ലാറ്ററൽ സർഫസ് ഏരിയ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ്. അത് ബേസ് ഏരിയനോട് തുല്യമായ രണ്ടുപേരും ഇങ്ങനെ അല്ലെ അമർന്നിരിക്കുകയായിരിക്കും അല്ലേ? അവിടെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ല. അത് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതേ രീതിയിൽ അങ്ങ് ചെയ്തു പോകാം. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിക്കണം? അവൻ്റെ ഹൈറ്റ്, അവൻ്റെ ഉയരം കണ്ടുപിടിക്കണം. ഹൈറ്റ് 0 ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഹൈറ്റ് 0 അല്ലെങ്കിൽ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ യെസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി വോളിയം. ഓക്കെ, വോളിയം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ്? എത്ര തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ. അതായത് ബേസ് എഡ്ജ് പാദവക്ക് ഞാൻ A എന്ന് പറയുന്ന ലെറ്ററിലാണ് ഞാനല്ല നമ്മൾ എടുത്ത് പഠിച്ചിരിക്കുന്നത്. A = 10 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് ചരി ഉയരം L ആണ്. 15 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. എയും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കണം, വ്യാപ്തം കണ്ടുപിടിക്കണം. വ്യാപ്തം 1/3 A²H ആണ് ഇക്വേഷൻ. എ അറിയാം, എന്തും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്. പക്ഷേ H അറിയാമോ? H അറിയില്ല. H കൂടി കണ്ടുപിടിച്ചാലേ വോളിയം വ്യാപ്തത്തിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? H കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എയും എല്ലും തന്നിട്ടുണ്ട്. H കണ്ടുപിടിക്കണം. എന്തിലിട്ട് കൊടുക്കണം? ലഹില് അല്ലേ? ലഹില് എയും ഉണ്ട്, എല്ലും ഉണ്ട്, H ഉണ്ട് അല്ലേ? H കണ്ടുപിടിക്കണം. ബാക്കി രണ്ടുപേരെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഹിലിട്ട് കൊടുക്കാം. ലഹ് കണ്ടുപിടിക്കേണ്ടത് H ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് ഏറ്റവും വലുത് ലഹിൽ ആരാ വലുത്? ഇ ഉണ്ടെങ്കിൽ ഇ ആണ്. ഇവിടെ ഇ ഇല്ല, എൽ ആണ് വലുത്. അപ്പോൾ L² നിന്ന് A/2 മൈനസ് ചെയ്യണം. L² എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 10 അല്ലേ? 15² മൈനസ് A/2 10/2 ദാറ്റ് ഈസ്
15 സ്ക്വയർ മൈനസ് എത്രയാണ് 5 സ്ക്വയർ. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ 225 മൈനസ് 5ന്റെ സ്ക്വയർ 25. 225 25 പോയാൽ ബാക്കി 200. 200 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പക്ഷെ അതിന് ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് പോവേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ആദ്യം ഇവനെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറുതാക്കാൻ പറ്റൂ കേട്ടോ, മിസ് ഇപ്പോൾ കാണിച്ചു തരാം. ഫാക്ടറൈസേഷനിലോട്ട് പോകണ്ട. ഈ 200നെ നമുക്ക് റൂട്ട് ഓഫ് 100 ഇൻറ്റു 2 എന്ന് എഴുതാലോ. 100 ഇൻറ്റു 2 200 തന്നെയല്ലേ. ഇനി നമുക്ക് ഇവനെ സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 100 ഇൻറ്റു റൂട്ട് 2 അല്ലേ. റൂട്ട് ഓഫ് 100 ഇൻറ്റു 2നെ 100ഉം 2ഉമായിട്ട് മാറ്റി. റൂട്ട് 100 എത്രയാടാ അറിയാലോ, എത്രയാണ് 10. 10 ഇൻറ്റു റൂട്ട് 2 10 ഇൻറ്റു റൂട്ട് 2 10 റൂട്ട് 2. സിമ്പിൾ, കഴിഞ്ഞില്ലേ? ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇനി എച്ച് കിട്ടിയില്ലേ. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാലോ. ദെർഫോർ വ്യാപ്തം ഈസ് ഈക്വൽ ടു 1/3 a സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു a സ്ക്വയർ. a എത്രയായിരുന്നു 10. 10 സ്ക്വയർ ഇൻറ്റു എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടി 10 റൂട്ട് 2. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 1/3 ഇൻറ്റു 10ന്റെ സ്ക്വയർ 100 ഇൻറ്റു 10 റൂട്ട് 2. 3യിൽ നമുക്ക് ആരെയും വെട്ടിക്കളയാനില്ല. സോ അതുപോലെ തന്നെ ആൻസർ എഴുതണം. 10 ഇൻറ്റു 100 1000 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 3. വോളിയമാണ്, വ്യാപ്തമായതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ് കൊടുക്കണം കേട്ടോ. ഏരിയ പരപ്പളവൊക്കെ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, പക്ഷേ വോളിയം ആണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കൊടുക്കണം. കുഴപ്പമില്ലല്ലോ, സെറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ, വലിയ പ്രശ്നമില്ല. എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും സ്ക്വയർ പിരമിഡിൻ്റെ പോസിബിൾ അല്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം. സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഇടാനായിട്ടുള്ള സ്കോപ്പുള്ള നല്ലൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാം പഠിക്കണം. ആൻഡ് ഇത്രയും നേരം ചെയ്തത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇക്വേഷൻസ് പഠിച്ചാൽ മതി അല്ലേ, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തരുന്നുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ആൻസറിലോട്ടും വരാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ കാൽക്കുലേഷൻസ് തെറ്റിക്കാതെ ചെയ്യണം. യൂണിറ്റ്, സെൻറ്റിമീറ്റർ, മീറ്ററിലേക്കൊക്കെ മാറ്റുന്ന കാര്യങ്ങളും പഠിക്കണം. വേറെ ഒന്നുമില്ല കേട്ടോ, ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കാം. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രിക്കും മനഃപ്പാഠമല്ലാതെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള കുട്ടികളാണ്, നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ട്രിക്കൊക്കെ വെച്ചിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ അല്ലേ. ഞാൻ കഥ പറഞ്ഞാൽ ഇനി പറഞ്ഞങ്ങ് പോകും, നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയർ പിരമിഡ് അവസാനിക്കും, എത്ര മണിയായി? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദി സർഫസ് ഏരിയ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സർഫസ് ഏരിയ, അതായത് ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് പെരിമീറ്റർ. ഓക്കെ, പാദ ചുറ്റളവ് തന്നിട്ടുണ്ട് 64, വോളിയം തന്നിട്ടുണ്ട്, വ്യാപ്തം തന്നിട്ടുണ്ട് 1280. ഓക്കെ, അപ്പോൾ ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട്, പാദ ചുറ്റളവ് അതൊന്ന് എഴുതിക്കോട്ടെ മിസ്. ബേസ് പെരിമീറ്റർ, പാദ ചുറ്റളവ്, ബേസ് പെരിമീറ്റർ 64 64 സെൻറ്റിമീറ്റർ. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ, ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തല്ലേ, 4a. പാദ ചുറ്റളവ്, പാദം ചതുരമാണ്, അപ്പോൾ സമചതുരമാണ്. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് 64 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കാലോടാ. എ കണ്ടുപിടിക്കാൻ ഇൻറ്റു 4നെ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആകും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 16 അല്ലേ, 16 സെൻറ്റിമീറ്റർ എന്ന് വരും. എ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വോളിയം 1280. വോളിയം തന്നിട്ടുണ്ട്, വ്യാപ്തം തന്നിട്ടുണ്ട് 1280 സെൻറ്റിമീറ്റർ ക്യൂബാണ്. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ എ സ്ക്വയർ പ്ലസ് 2al കണ്ടുപിടിക്കണം. കുറച്ചുകൂടി ഭംഗിയെങ്കിൽ ഇങ്ങനെ ഒരു നല്ല ഉരുണ്ട് എഴുതിയില്ലെങ്കിൽ എന്തോ പോലെ തോന്നും. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മായ്ച്ചിട്ട് എഴുതുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുപോലെ ലൈൻ ഇടാൻ പോയതേ, ലൈൻ ഇങ്ങനെ വെറുതെ വരച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നും. എനിക്ക് കറക്റ്റ് നേരെ വന്നില്ലെങ്കിൽ എന്തോ ഒരു, നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ അറിയാമോ, ഞാൻ ഏതൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കത് മായ്ക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ, എ സ്ക്വയർ പ്ലസ് 2al ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു,
പക്ഷെ എന്തറിയത്തില്ല, എല്ല് അറിയത്തില്ല. സോ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എല്ല് കണ്ടുപിടിക്കണം അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ എങ്ങനെയാണല്ലേ, ആരെങ്കിലും ഒരാൾ നമുക്ക് മിസ്സിങ് ആയിരിക്കും. എന്നാലേ ഒരു ത്രില്ലുള്ളൂ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ. ഓക്കെ, അപ്പോൾ എല്ല് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഒരാളുണ്ടല്ലേ, വോളിയം. അപ്പോൾ വോളിയം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് 1280 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ? 1/3 a² അല്ലേ ഈ തന്നിരിക്കുന്ന 1280. ഇനി 1/3 ഇൻറ്റു a², a 16 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ 16² ഇൻറ്റു h ഈസ് ഈക്വൽ ടു 1280. ഒന്നുകൂടെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഇൻറ്റു 3 ആകും. ഇനി ഇവിടെ ആര് മാത്രമേ ബാക്കിയുള്ളൂ? 16² ഇൻറ്റു h ഈസ് ഈക്വൽ ടു 1280 ഇൻറ്റു 3 എന്നാകും. ഓക്കെ, ഇനി h കണ്ടുപിടിക്കാൻ 16² ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് h ഈസ് ഈക്വൽ ടു 1280 ഇൻറ്റു 3 ഇൻറ്റു 16 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 16² എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 16 വരും. അപ്പോൾ ഇവനെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് ഡിവിഷനൊക്കെ ചെയ്ത് പോകുമ്പോൾ ഉത്തരം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഞാൻ നേരെ ആൻസർ ചെയ്തുവാണേ, കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്തോളൂല്ലോ. h ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ആരെ വേണം? എല്ലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, എല്ലാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് h കിട്ടി. a എന്ന് പറയുന്ന ആളെയും നമുക്കറിയാം. a എന്ന് പറയുന്ന ആള് 16 സെൻറ്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് എല്ലാണ്. അപ്പോൾ നോക്കിയേ, എല്ലും എയും എച്ചും വരുന്നത് ലഹില. ഹെഡിൽ ആരാണ്? ലഹിലാണ് എല്ലും എയും എച്ചും വരുന്നത്. അപ്പോൾ നേരെ ലഹിൽ ഇട്ട് കൊടുത്തിട്ട് എല്ല് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇക്വേഷൻ പഠിച്ചാൽ മതി. വീണ്ടും വീണ്ടും പറയുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ചാപ്റ്റർ. ലഹിൽ കൊടുക്കാം കേട്ടോ. ലഹെന്ന് ഞാൻ ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ലഹിൽ കൊടുക്കാം. ലഹിൽ ആരാടാ വലുത്? എല്ലാണ് വലുത് അല്ലേ. ഈ ഇല്ലാത്ത എവിടെയും എല്ലായിരിക്കും വലുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ആയ എല്ലിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ബാക്കി രണ്ടുപേരെ തമ്മിൽ കൂട്ടണം. അതായത് h² പ്ലസ് a/2 വലുതിനെ കിട്ടാൻ ചെറുതിനെ രണ്ടുപേരെ തമ്മിൽ കൂട്ടണം. h² എന്ന് പറഞ്ഞാൽ 15² പ്ലസ് a/2 a എന്ന് പറഞ്ഞാൽ 16, a/2 എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ. ഞാൻ ഇവിടെ എഴുതുന്നില്ല കേട്ടോ, അതാണ് അവിടെ തന്നെ എഴുതിയത്. 8². 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 മൈനസ് 64. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവരെ തമ്മിൽ മൈനസ് അല്ല കേട്ടോ, പ്ലസ് 64. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 289 എന്ന് വരും. 289 എന്നാണ് എഴുതുന്നതൊക്കെ മാറിപ്പോകുന്നു. ഓക്കെ, 289 എന്ന് പറയുന്നത് 17 ആണ് കേട്ടോ. 17ൻ്റെ സ്ക്വയർ റൂട്ടാണ്. L is equal to 17 എന്ന് വന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവരും ആയില്ലേ? നമുക്ക് TSA കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ TSA is equal to a² പ്ലസ് 2AL. a² എത്രയാണ്? 16. 16² പ്ലസ് 2 ഇൻറ്റു A. 16 ഇൻറ്റു L 17. അപ്പോൾ 16ൻ്റെ സ്ക്വയർ 256 പ്ലസ് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ വരുന്നത് 554 കേട്ടോ. 554 പ്ലസ് ചെയ്യുമ്പോൾ 800 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എന്ത് പഠിച്ചാൽ മതി? ഇവിടുത്തെ എല്ലാവരുടെയും ഇക്വേഷൻസ് പഠിക്കണം, സമവാക്യങ്ങൾ എല്ലാത്തിൻ്റെയും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ആൻസേഴ്സും ഓൾമോസ്റ്റ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലുണ്ട്, അതെല്ലാം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ സ്ക്വയർ പിരമിഡിലെ ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒന്നും പഠിക്കേണ്ട എന്നല്ല, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അതും അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ക്ലോസ് ആയി. ഇനി നെക്സ്റ്റ് കോണും സെക്ടറും സിലിണ്ടറും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അവിടെയും നമുക്ക് ഇക്വേഷൻസ് ഞാൻ ഇതുപോലെ തന്നെ ജസ്റ്റ് പറഞ്ഞു പോയേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മുടെ ന്യൂട്ടൺസിലുള്ള കുട്ടികൾക്ക് ട്രിക്കൊക്കെ വെച്ചിട്ട് മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകത്തില്ല, കാണാപ്പാഠം പഠിക്കുന്നത് പോലെയല്ല. ഇനി അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ആക്ച്വലി.
കുഴപ്പമില്ല, നമുക്ക് എല്ലാ അടിപൊളിയായിട്ട് ക്ലാസ്സുകളെല്ലാം പോകുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാ കുട്ടികളും കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ SSLCക്ക് അല്ലേ, ദിവസങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് തന്നെ എക്സാം എഴുതണം. ഇനി ബാക്കി 2 ക്ലാസ്സുകളായിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ പിരമിഡ് അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കത്തില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ആളുകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ, താങ്ക് യു.